ഷാനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് എണ്ണയിലൊന്ന് റോസ്റ്റാക്കി എടുക്കണം. തീ അധികമായിട്ട് കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു 1.5 സവാള ചെറുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എഗ് റോസ്റ്റാണ്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ വേഗം തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ ഇത് മൂടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് സവാളയെല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് റോസ്റ്റാക്കി എടുക്കണം. ഇത് നല്ലതുപോലെ വഴന്ന് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റ് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം എളുപ്പത്തിൽ നമുക്കിതുപോലെ രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ